മച്ചാനെ നമ്മളിവിടെ സംസാരിക്കുന്നേ മച്ചാനെ പുറത്തൊക്കെ പിന്നെ അവൻ ദൈവത്തിനോട് സംസാരിക്കാന്നാണ് പറഞ്ഞത് അറിഞ്ഞൂടാ ആണോ എന്തുട്ടാ ഒന്ന് റേഡിയോ പറയണേ ഞാനും വരാം എന്റെ വണ്ടിയാണോ കുഴപ്പമില്ല അപ്പൊ പിന്നെ നമ്മുടെ വണ്ടി നമുക്ക് എടുക്കണ ഒരു സീനില്ല ഹലോ ബ്രോ 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 ഹലോ നമ്മളെന്തിനാ നോക്കേണ്ട ആവശ്യമുള്ളൂ എന്താണ് ഈ ബ്രോ കാണിക്കുന്നത് ഇവിടെ ആൾക്കാർ നിൽക്കുമ്പോൾ സാത്താൻ എന്റെ വണ്ടിയല്ലേ ഓ എന്റെ വണ്ടി ഞാൻ ഇവന്റെ POV ഒന്നും ആവശ്യം വരും കോൾ കൊടുക്കാൻ പോയതായിരുന്നു അല്ല അവൻ പറഞ്ഞത് അഡ്മിനോട് പുറത്ത് അഡ്മിനോട് സംസാരിക്കാന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നില്ല ബ്രോ കള്ളനാണോ ബ്രോ കള്ളനാണോ കള്ളന്മാരെയൊക്കെ നമുക്ക് ഇങ്ങനെ തുണിയില്ല അതെ ഇത് നമ്മുടെ വണ്ടിയാണ് ബ്രോ എന്തിനാ ഇപ്പൊ ഇതിൽ കേറിക്കേണ്ട ആവശ്യമുള്ള പൈസ സാത്താന വണ്ടി എടുത്തിട്ട് വാ നമ്മടെ വണ്ടി നിനക്ക് ധൈര്യം വണ്ടി വോട്ട് ചെയ്യുന്ന തുണി കാരണം നിന്റെ കൂടെയുള്ള ചേട്ടാ സാധനം കട്ടാനെ എന്റെ അമ്മോ ടൈമിംഗ് വണ്ടി എടുക്കുന്നു പ്രോപ്പർ റീസൺ ഉണ്ട് നമ്മുടെ വണ്ടി എടുത്ത് അത് സാത്താന്റെ വണ്ടി കള്ളൻ സമയത്ത് ഞാൻ കത്തി ഇത് എന്താ ഇത് അവന്റെ പ്രാക്കാ തോന്നുന്നു വെറുതെ എത്തിയല്ല അവന്റെ കടയടിയുടെ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി എടുത്തോണ്ട് കൂടി സമയമുണ്ട് മനസ്സിലായോ നമ്മള് സിറ്റുവേഷൻ കുറച്ചൊന്ന് ബാക്ക് അടിച്ചാൽ മതി എങ്ങനെ ബിലാലി ഹോസ്റ്റേജ് ബിലാലി കുറച്ചൊന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി കാണാം എങ്ങനെയാണ് ഹോസ്റ്റേജ് എടുക്കുന്നുള്ളത് അഡ്വാൻറ്റേജ് സിറ്റുവേഷൻ പോലുമില്ല നമ്മുടെ PRP എന്റെ പേരടക്കം കൊണ്ടുപോകണം MRC ബിലാലാണ് ഹോസ്റ്റേജ് പിന്നെ കള്ളന്ന് തന്നെ കടിക്കോ ബ്രോ ഹെൽമെറ്റ് അതെങ്ങനെയായിട്ട് ഷോ പീസായിട്ട് വൃത്തിയാക്കണാണ് അതിനെ വേറെ സാഗര എല്ലായിടത്തും വേറെ പുറത്തുള്ള അങ്ങനത്തെ ഒന്നും സംസാരിക്കാൻ നിൽക്കരുത് ജസ്റ്റ് പറഞ്ഞു കാട്ടാന ശരിക്കുള്ള പേരെന്താ കാട്ടാനെ ബിലാൽ എന്ന് പറഞ്ഞു കുറച്ച് കാട്ടാനെന്നൊക്കെ പറയട്ടെ കാട്ടാനെ ഫുൾ നെയിം എന്താണ്
ഓക്കെ ഓക്കെ അല്ല ആദ്യം ബ്രോ പാന്റ് നമുക്ക് ഡ്രസ് മാത്രം മതി ഇല്ലേ മാത്രം മതി ആ പാന്റ് ടീഷർട്ട് ഇട്ടോ ടീഷർട്ട് ഇട്ടോ അങ്ങനെ പറ്റില്ലേ അവനത് മുൻകൂട്ടി കണ്ട എനിക്ക് തോന്നുന്നത് മുൻകൂട്ടി കണ്ട അവനെ ഓൾറെഡി പ്ലാൻ ആക്കി തല ഊരി വെക്കാൻ പറ്റും നിങ്ങളുടെ തല ഊരി വെക്കാൻ പറ്റും എങ്ങനെയാണ് തല ഊരി വെക്കാൻ ഡ്രസ് മാറ്റിക്കാം അല്ലെങ്കിൽ മറ്റേ ബാഗില് മറ്റേ ഡ്രസ് അല്ലേ വേണ്ട അവനോടെ നീ ആ ടീഷർട്ട് ഊരിയിട്ട് കൈ പിടിച്ച ക്ലോസറ്റ് അടച്ചാ ടീഷർട്ട് കൊണ്ട് കയ്യിലങ്ങ് പിടിച്ച ബാഗ് എടുത്തു നോക്ക് അല്ലല്ല അത് വേണ്ട അവൻ ടീഷർട്ട് ഒരു ക്ലോസറ്റ് അടക്കട്ടെ ആ ടീഷർട്ട് തന്നെ ഒരു ക്ലോസറ്റ് അടക്കട്ടെ ഒന്ന് ഒരിക്കടാ നീ ഇവിടെ കേൾക്കാത്ത പക്ഷം നിന്റെ റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുക ഇനി അരമണിക്കൂർ ഒന്നും കൂടി നിങ്ങളുടെ വീട്ടിൽ വണ്ടി ഇല്ലാഞ്ഞിട്ടാണോ നമ്മുടെ പാമ്പ് പിടിച്ച ടീഷർട്ട് ഉണ്ടായിക്കോട്ടെ ഡ്രസ് വേണം ഡ്രസ് വേണം എക്സ്റ്റൻഷൻ ഓഫ് യുവർ ടൈം ഇൻ ടീഷർട്ട് ഞാൻ മാസ്കോ ഹെൽമെറ്റ് ഒക്കെ ഒരുക്കും അതിനൊന്നും ആവശ്യമില്ല അപ്പൊ അപ്പോഴേക്കും നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിട്ട് കൊണ്ടുവരാം ബ്രോ മറ്റേ ഊമയാണോ ബ്രോ എന്താ സംസാരിക്കാത്ത പറയുന്ന കേൾക്കാല്ലോ ഏതാ ആണുങ്ങള് നേരെ നിൽക്കുമ്പോ കൊണക്കാൻ വന്നതിന്റെ കൂതിയ വെളിച്ചെത്തിയാണ് എറിയാൻ കേട്ടാ ഞാൻ കുറച്ചു കാലം പുറകിലുള്ള ആൾക്കാരോട് ചോദിച്ചേ എന്നെ തിരിച്ചു പറഞ്ഞു നീ എന്നെ കൊടുക്കണേ അയ്യടാ പോടാ മൊണ്ണ ഇറങ്ങി നിന്റെ ലീഡർ പട്ടിയാണ് കളിക്കണേ ലീഡറിനെ പറ്റിയാണ് ഇവിടെ ഹോസ്റ്റേജ് എടുത്ത് വന്നിട്ടുള്ളത് ലീഡറിന് മാത്രം സംസാരിക്കാനല്ല ഇവിടെ മെമ്പേഴ്സ് സംസാരിക്കാൻ എനിക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കുന്നതിന് മാത്രം മര്യാദക്ക് മറുപടി പേടി കാണിച്ച് മര്യാദ നിനക്കെന്നെ തലച്ചോറില്ല ചിന്തിക്കാനുള്ള അറിവില്ലേ അത് ഊരി വെച്ചിട്ടാണ് പ്രോഗ്രാം പേടി വരുമ്പോ അത് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ലീഡറിനല്ലേ കോലീഡറിന് എടുത്താൽ ഓസ്ട്രേലിയ പറ്റാം ഞാൻ അങ്ങനെ ട്രേഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഇന്ന ആളെ എടുക്കാൻ പറ്റില്ല അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ ട്രേഡ് ആക്കി തരും അത്രേ ഉള്ളൂ. ഒരാൾ സംസാരിക്കും എടാ തിരിച്ചു പറയാന്ന് പറഞ്ഞ കൊണക്കലല്ല ബ്രോ എടാ തിരിച്ചു പറയാന്ന് പറഞ്ഞ കൊണക്കലല്ല അത് ആദ്യം മനസ്സിലാക്കി ഈ ഹോസ്റ്റേജ് ആണ് അപ്പൊ അതിന്റെ പേടി നിന്നോടൊരു കാര്യം ഇപ്പോഴും പറയാം ഇത് നിന്റെ മറ്റേ തല പോവാത്ത കേസല്ല ഇത് തല പോണ കേസാ മനസ്സിലായത് നിന്റെ തല പോകും പേടിച്ചോണം നീ വേണ്ട ഇവിടെ ഹോസ്റ്റേജ് മനസ്സിലല്ലേ അപ്പൊ ആ കൊണ അല്ലാണ്ട് വർത്തമാനം പറഞ്ഞു മര്യാദ വർത്തമാനം പറഞ്ഞു തിരിച്ചു വർത്തമാനം പറഞ്ഞു അവനോട് ഹെൽമെറ്റ് ഇട്ടോളാൻ പറ ഇനിവൻ കൊണച്ചതിനെ കൊന്നിട്ട് ബാക്കി പുറത്തു നോക്കാം കാരണം ആരെങ്കിലും ഫയർ ചെയ്യാൻ പോയി എടാ അത് കൊല്ലാനല്ല അറിയാണ്ട് വെടി കൊണ്ടു കഴിഞ്ഞാൽ വഴിക്കാനാ പാന്റ് വരാൻ പറ്റില്ല പാന്റ് വരാൻ പറ്റില്ല നിന്റെ കൂടെ ഇറങ്ങിയ കുനിഞ്ഞൊന്ന് ശീലം ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട് നീ ഒന്ന് കുനിഞ്ഞു
തല തിരിച്ച് കുനിഞ്ഞു നിന്ന് നോക്ക് കാണും. മണ്ടേ കയറി നിക്കാനല്ല കഴിവാനാ. തലപോണ കേസാണ് മോനെ, തലപോണ കേസാണ്. മര്യാദ ചെയ്തോണം, ഇല്ലെങ്കിൽ തലപോണ കേസാണ്. ജോണി മറ്റേ ബോസ് ഇല്ലേ, മറ്റേ ബോസ് ഇല്ല കുഞ്ഞിക്കുന്ന മറ്റേ ബോസ്. അതാ ഞാൻ അടാ സ്പൈഡർമാൻ ബോസ് ഇടാൻ പറ. സ്പൈഡർമാൻ ബോസ് ഇടാം. കുറച്ച് കഴിഞ്ഞ് ആക്രാന്തം പിടിക്കല്ലേ, ഇപ്പൊ തുടക്കല്ല, കുറച്ച് കഴിഞ്ഞ് നീ ഒന്ന് കുനിഞ്ഞു തന്നെ അവിടെ. ഞാൻ നടുക്കോട്ട് നിന്ന് അവിടെ നിന്ന് കുനിഞ്ഞു തന്നെ. എങ്ങനെയാന്ന് അറിയത്തില്ല, നിന്റെ അപ്പാപ്പൻ കുനിഞ്ഞിരുന്നോ? നിന്റെ മറ്റേ പുള്ളിക്ക് ശീലം ഉണ്ടാവും, പഠിപ്പിച്ചു തന്നിട്ടില്ലേ, ട്രെയിനിങ് കഴിഞ്ഞല്ലേ അതിന്റെ. റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ? ജോണി അവര് റേഡിയോ കണക്ട് ചെയ്യാൻ പറഞ്ഞത് 6 ഞാൻ ഇപ്പൊ തന്നെ ചെയ്യണ്ടല്ലോ. അത് കഴിഞ്ഞ് ചെയ്താ പോരെ? മതിയെന്നാണ് എന്റെ വിശ്വാസം. അവിടെ 2 മിനിറ്റ് കാണണം. നിക്കണം ഇങ്ങോട്ട് എഴുന്നേറ്റ് വേണം. എഴുന്നേറ്റ് കുഞ്ഞല്ല ശീലം. അല്ല എടാ അങ്ങോട്ട് ഇരുന്നിരിക്കും, മറ്റേ കക്കൂസിന്റെ അങ്ങോട്ട് ഇരുന്നിരിക്കും. കക്കൂസിന് ഫേസ് ചെയ്യും. തല അത്തോട്ട് പോട്ടെ. ഞാൻ ഒരു വട്ടം പറഞ്ഞു, നിങ്ങൾ പിന്നെ ഈ റേഡിയോയിലല്ലേ, അതിലൊന്നും പറയാൻ നിക്കണ്ട, ഞാൻ നിർത്താൻ പറഞ്ഞാൽ എന്താ കൊച്ചിന് എന്ത് കിണ്ടി തക്കുസി തലയിടാൻ പറഞ്ഞ എന്ത് കിണ്ടി പറഞ്ഞ മനസ്സിലായില്ലേ എനിക്ക്? രീതിയിൽ പറഞ്ഞു ഈ ബാഗിൽ സാധനം തുറന്നരാ ബാഗ് ഒരു മിനിറ്റ്. മച്ചാനെ നിന്റെ എളിയ തല താഴത്തേക്ക് ബ്രോ ഇതിന്റെ അകത്ത് ഒരു ഡ്രസ് ഉണ്ടാവും നിർത്തിട്ട് ബ്രോ. അല്ലാണ്ട് ചില നട്ടില്ലാത്ത ഗാങ്ങിനെ പോലെ ലീഡറിന് മറ്റേ ഇതെടുത്തിട്ട് മറ്റേ സേഫ് സോണിൽ ഓടി പോവില്ല. ബ്രോ ഹലോ കട്ടാന ബ്രോ, ഈ ബാഗിന്റെ അന്ന് ആ ഡ്രസ് ഒന്ന് എടുത്തിടൂ ബ്രദർ. ഇതിന്റെ അന്ന് ആ ഡ്രസ് എടുത്തിടൂ. ഇത് പെട്ടെന്ന് കാണുമ്പോ അപ്പാപ്പനായിരിക്കില്ലേ ഈ സാധനം? ബ്രോ ഒന്ന് വിളിക്കുന്ന എന്തിനാ മാറിയില്ലേ വെള്ള ചട്ടി. ആ ഇപ്പൊ ശരി, ഇനി ഇതിന്റെ അകത്തൊന്നും കട്ടെടുക്കുന്ന നീ ഇനി കുനിഞ്ഞു നിന്നോളൂ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് മറ്റേ കക്കൂസ് നിന്റെ ചെറിയ നിർബന്ധം കുനിച്ചങ്ങ് നിർത്തുക. എളിയ തല കാട്ടാനെ കേക്കണ്ടോ നീ? ആ കൂളിംഗ് ഗ്ലാസ് ഏത് കാട്ടിലെ ആനയാണ്? കണ്ണടം കൊണ്ട് മാറ്റി കക്കൂസ് വരുമ്പോ വലിയ ഇത് ലുക്ക് വേണം. ആരെങ്കിലും തിരിയോ അതോ വല്ലോ കേറിയോ? ഞാൻ കാര്യം പറയാം, ചോദിക്കുന്ന ഉത്തരം തന്നില്ലെങ്കിൽ അതിന്റേതായ സമയം കൂടി. അല്ല ഓക്കെ, അവന്റെ വിചാരം മറ്റേ റിപ്ലൈ പറഞ്ഞ കൊണക്കാണ്, അതാണ് മറുപടി കൊണക്കലല്ല. ചോദിക്കുന്നതിന് പ്രോപ്പറായിട്ട് മറുപടി പറയാം. ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞ്, ഇനിയിപ്പോ നമുക്ക് സമയം റീസെറ്റ് ചെയ്താൽ മതി. ഇവ റിപ്ലൈ ആണെന്നില്ലെങ്കിൽ നമുക്ക് സമയം റീസെറ്റ് ചെയ്താൽ മതി. അല്ല സാർ അനൗൺസ്മെന്റ് ഒന്നല്ലോ, എത്രത്തോളം ഇങ്ങനെ നീണ്ടോണ്ടിരിക്കും ടൈം. തമ്പി കുനിഞ്ഞങ്ങ് നിക്ക, നിന്റെ തലയങ്ങ് താത്തുക, നിന്റെ എളിയ തല താത്തി കുനിഞ്ഞങ്ങ് നിക്ക തമ്പി. ഹലോ മക്കളെ, ഗുഡ് ബൈ ട്രീറ്റ് ആണോ? ഓ അവൻ പ്രീതം വേണ്ട, അവൻ അതിന്റെ ശ്വാസം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ നമുക്കൊരു ഹെൽപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് സിറ്റുവേഷൻ ബ്രോ അൺവാണ്ടഡ് സിറ്റുവേഷൻ ഇല്ല, POV ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ ഗാങ് മെമ്പറിന്റെ വണ്ടി എടുക്കാൻ നോക്കിയപ്പോഴാണ്, എടുത്തിട്ട് വണ്ടി കയറിയപ്പോഴാണ് നമ്മള് ഇതൊക്കെ ഉള്ളത് കിച്ചന്റെ. അവനത് വണ്ടി ലോക്ക് BC-ലൊന്ന് വരുമോ നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി? ഈ സമയം കൂട്ടത്തില്ല കേട്ടോ. അല്ല ഞാൻ പറഞ്ഞത് BC പോണ സമയം കൂട്ടാതിരുന്നാൽ മതി.
അല്ല അത് മാത്രല്ല ഓൾറെഡി അവൻ ഫെയിലായിട്ട് ഒരു മിനിറ്റ് എന്നെ കൊണ്ട് മൊത്തം ഒന്ന് പറയാൻ പറയട്ടെ സമ്മതിക്കാമോ? പറയട്ടെ പറയട്ടെ. അതായത് നമ്മൾ POV വെരിഫൈ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇത് പോസ് ചെയ്യും ഈ ആ സിറ്റുവേഷൻ. ഓക്കെ അത്രേ ഉള്ളൂ. അത് മതി, അത്ര മതി. അത്രേ ഉള്ളൂ. അല്ല കാരണം കൊച്ചുകുഞ്ഞെ ബ്രോ എന്നെ കൊണ്ടൊന്ന് പറയാൻ സമ്മതിക്കും. അതായത് ഇതിനു മുമ്പേ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്തേക്കുന്നത്, അതാണ് റൂൾ. ഓക്കെ, കാണിക്കാം. സാത്താനും എടാ സാത്താന് ഗീച്ച, മൊയിലോട്ട് എടുത്ത് കാണിച്ചാ പോരെ? ആ എന്റെ കാണിച്ചോ, എന്റെ അതിനടുത്ത് കാണിക്കോ. ഗൈസ് നിങ്ങൾക്ക് POV കാണണോ? അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ലൈവ് വന്ന് കാണുന്നവർക്ക് POV കാണണോ? എടാ ഞാൻ എടാ സിറ്റുവേഷൻ പോസ് ആണേ, ഒന്നും ചെയ്യല, ഒന്നും പറയല്ലേ. ഞാൻ POV ഞാൻ കാണിച്ചു തരാം. ഞാനൊക്കെ എനിക്ക് ഡിസ്കോഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ മ്യൂട്ട് ആക്കേണ്ടി വരും, അതാണ് പിന്നെ ഞാൻ പോവാത്തത്. POV കാണാത്തവർക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ ലൈവ് വന്ന് കണ്ടവർക്ക് ഞാൻ POV കാണിച്ചു തരാം. നമ്മൾ അൺവാണ്ടഡ് സിറ്റുവേഷൻ പോലും അല്ല, ലൈക്ക് എങ്ങനെ എടുത്തതെന്നുള്ള കറക്റ്റ് കാണിച്ചു തരാം. നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറായിട്ട് നമ്മൾ സിറ്റി വന്ന് ഇട്ടിട്ട് നമ്മൾ അവരെ തപ്പി കിടക്കായിരുന്നു. അവിടെ പോയി തപ്പാത്ത സ്ഥലങ്ങളില്ല. നമ്മൾ കുറേ മുതുക്കി പോയി അവർ ഗ്യാങ് ഹൗസിനുള്ളിൽ കുറേ നേരം ഒരു 1 മണിക്കൂർ എടുത്ത് നമ്മൾ അവരെ ഗ്യാങ് ഹൗസിനുള്ളിൽ പോസ്റ്റ് ആയി നിൽക്കുക. നമ്മൾ ഇതേപോലെ ചുമ്മാ RP പോലെ അങ്ങനെ സംസാരിച്ചിട്ട് അവരെ അവിടെ വരുന്ന ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരു മിനിറ്റ് ഞാൻ ചാറ്റ് എടുക്കട്ടെ, അല്ലെങ്കിൽ ഇത് ചാറ്റ് കാണില്ല. അവൻ ആദ്യം ബിലാൽ എന്നല്ലേ പറഞ്ഞു. അവൻ ബിലാൽ പറഞ്ഞു, അവൻ പേര് പറഞ്ഞു. ഞാൻ കാണിച്ചു ക്ലിയർ ആയി കാണിച്ചു തരാം. ഇപ്പോൾ POV ആണ് അതിന് വേണ്ടിയിട്ട്. ഇവിടുന്ന് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ തപ്പി ഇങ്ങനെ നടക്കുന്നു, അവരെ തപ്പി നടക്കുന്നു. ഇവിടുന്നാണ് നമ്മൾ ഇതേപോലെ അവരെ ഗ്യാങ് ഹൗസിന് മുന്നിൽ കൂടെ ഒക്കെ തപ്പി നടക്കും. നീ കണ്ടോ POV കണ്ടോ? ഇവരാരെങ്കിലും ഇവിടെ നോക്കോ, സാധനം കണ്ടോ? എടാ ഇവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇതിനുള്ള ആൾക്കാരുണ്ടോ? ഇത് മറ്റേ കറക്റ്റ് മറ്റേ വന്നോന്നല്ല, നമ്മൾ 1 മണിക്കൂറായിട്ട് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ ഗ്യാങ് ഹൗസ് ആണ്, ബേസിക് കോമൺ സെൻസ് ആണ്. ഗ്യാങ് ഹൗസിൽ ആളുണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് തൊട്ടിട്ട് നമ്മൾ സിറ്റി ലൈവ് കണ്ടോ? 1 മണിക്കൂർ 2 മണിക്കൂറായിട്ട് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക ഗ്യാങ് ഹൗസിൽ TDM സിറ്റിക്കകത്തായിട്ട്. നീ കണ്ടോ? അങ്ങനെ തപ്പി കുറെ അതിന്റെ ശേഷമാണ് എടാ ഇവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇതിനുള്ള ആൾക്കാരുണ്ടോ? തുണി പോലും ഇല്ലാതെ ഓടിക്കും. എവിടെ? അകത്ത് ഗ്യാങ്സിന്റെ അകത്ത്. അതാണോ? പുറത്താണോ? പോയതാണോ? ഇവിടെ തിറക്കി ഓടിയത്, ഇതിനകത്ത് തിറക്കി ഓടിയത്. ഹലോ നീ ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന വണ്ടി നമ്മുടെ ഗ്യാങ് മെമ്പറിന്റെ വണ്ടിയാണ്. അത് നമ്മൾ നേരത്തെ എപ്പോഴും തപ്പി ഇങ്ങനെ ഇവരെ തപ്പി വന്ന സമയത്ത് നമ്മൾ ഇവിടെ വണ്ടി ഡ്രോപ്പ് ചെയ്ത് പോയ വണ്ടിയാണ്. ഈ മണ്ടൻ അത് അറിയാണ്ട് പോയിട്ട് അവനെ ഏതോ റാൻഡം വണ്ടി കയറിച്ചിട്ട് അവൻ ആ വണ്ടി കയറി. അതാണ് നമ്മൾ സിറ്റുവേഷൻ എടുത്തുള്ളത്. നീ സാധനം കാണിച്ചു തരാം. ജസ്റ്റ് പറയുന്നുള്ളൂ, ഈ വണ്ടി നമ്മുടെ ഗ്യാങ് മെമ്പർ KVത്തെ ഗ്യാങ് മെമ്പറുടെ വണ്ടിയാണ്. ഇത് അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണെന്ന് പേര് പറയട്ടെ. ഹലോ പേരെന്താ? പേര് പറഞ്ഞിട്ടില്ലേ? കേട്ടില്ലേ? ക്ലിയർ ആയിട്ട് പേര് പറഞ്ഞിട്ടുണ്ട്. ബിലാൽ. ബ്രോ ഫാമിലിയാണോ? ബ്രോ ഒന്ന് പുറത്തിറങ്ങി ബ്രോ. ഉണ്ടല്ലേ? ഓ വണ്ടിയൊക്കെ എന്താ ബ്രോ ഇവന്റ്? നമ്മുടെ ഇവന്റിന് ഇതായിരുന്നു. ആ പറഞ്ഞു ഇവന്റിന്റെ പരിപാടിക്കാണ്. പക്ഷെ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവര് നമ്മളെ നോക്കേണ്ട ആവശ്യം നമുക്കില്ല. കേക്കാണ്ടോ? സംസാരിക്കുകയാണെങ്കിൽ അവിടെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യം, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് അഡ്മിൻ എടുത്താൽ നമ്മൾ വീണ്ടും ആ വണ്ടി പുറത്താണോ? ഹലോ പിന്നെ റിപ്ലൈ ഉണ്ടായിരുന്നില്ല. കുറെ നേരം ഒന്നും മിണ്ടാണ്ട് നിൽക്കായിരുന്നു. നമ്മൾ ചോദിച്ചിട്ടും പറയാൻ നിൽക്കായിരുന്നു. ഇനിയിപ്പോ സാധാരണ ഹലോ കണ്ടില്ലേ? അവൻ പറയുന്നുണ്ട് ഇത് എന്റെ വണ്ടിയാണ്, വണ്ടിന്ന് ഇറങ്ങാൻ പറയും. അവനവിടെ പുറത്ത് എവിടെ നിൽക്കുന്നത് അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്കവിടെ സിറ്റിക്കകത്താണോ പുറത്താണോ ഇതാണോ നിൽക്കണം നോക്കാൻ. അവൻ ദൈവത്തിനോട് സംസാരിക്കാന്നാണ് പറഞ്ഞത്. അറിഞ്ഞൂടാ, അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല, നമ്മുടെ റെസ്പോണ്ട് ചെയ്യില്ല. പക്ഷെ നമ്മുടെ വ്യൂവിൽ നമ്മുടെ ഗ്യാങ് മെമ്പറിന്റെ വണ്ടി എടുത്തുക്കാണ് POV കാണിക്കാണ് അഡ്മിന്. നമ്മുടെ വ്യൂവിൽ അത് നമ്മുടെ ഗ്യാങ് മെമ്പറിന്റെ വണ്ടിയാണത്. ഈ വണ്ടി കയറി നിൽക്കുന്നത് നമ്മുടെ ഗ്യാങ് മെമ്പറിന്റെ വണ്ടിയാണ്. എന്തുവെച്ചാ നമ്മുടെ ബേസിൽ നമ്മുടെ വ്യൂവിലും കള്ളൻ നമ്മുടെ വണ്ടി അടിച്ചു മാറ്റുന്ന കള്ളൻ. ഇത് കണ്ടിട്ട് എങ്ങനെയാണ് ഇവർക്ക് അൺവാണ്ടഡ് സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റുന്നത്?
നമ്മളെന്തിനാ നോക്കണ്ട പൈസ എടുത്തേ ബ്രോന് കോൾ കൊടുക്കാൻ പോയതില്ല. കൊറേ നേരം റെസ്പോണ്ട് ചെയ്യില്ല. ബ്രോ കള്ളനാണോ ബ്രോ? കള്ളനാണോ? കട്ടാനും തുണിയിട്ടേ കട്ടാനെ. ഈ കള്ളന്മാരെയൊക്കെ നമുക്ക് ഇങ്ങനെ തുണിയില്ല. അതെ ഇത് നമ്മുടെ വണ്ടിയാണ് ബ്രോ. എന്തിനാ ഇപ്പൊ ഇതിൽ കേറിക്കേണ്ട ആവശ്യമുള്ളത്? നീ കള്ളനാണോ? നീ കള്ളനാണ്. പൈസ ഇല്ല. നീ തുണിയിട്ടാ. നീ തുണി ഇടുന്നു. നീ കണ്ണമില്ല. നീ തുണി ഇടുന്നു. തുണി ഇടുന്നു. കൈ ലിറ്ററലി ഒരു കോയിൻസിഡൻസ് ആയിട്ട് കിട്ടിയുള്ള സിറ്റുവേഷൻ. നമ്മൾ ലിറ്ററലി അവരെ തപ്പി നടക്കായിരുന്നു. പക്ഷെ ലിറ്ററലി കറക്റ്റ് നമ്മുടെ അണ്ണാക്കി വന്ന് കയറി പോലെയാണ്. നമ്മളെ കറക്റ്റ് അവന് റാൻഡായിട്ട് നമ്മുടെ കെവിയുടെ മെമ്പറിന്റെ വണ്ടിയിൽ തന്നെ വന്ന് കയറി കിട്ടി. ഇതാണ് സിറ്റുവേഷൻ. ഇത് കണ്ടിട്ട് നിങ്ങൾ പറയാം ഇത് അഡ്വാൻറ്റേജ് സിറ്റുവേഷൻ ആയിട്ടാണ് നമ്മൾ എടുത്തുള്ളത്. ലൈക്ക് നമ്മൾ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം സിറ്റുവേഷൻ എടുക്കാന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഇത് അൺവാണ്ടഡ് സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് എന്തായാലും തോന്നുന്നില്ല. എന്നെ ഡിസ്കോഡ് പിന്നെ ഫോൺ വന്നത് തന്നെ എൻ്റെ ഡിസ്കോഡ് വരാൻ പറഞ്ഞിട്ടുണ്ട് അഡ്മിൻസ് സംസാരിക്കാൻ. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാൻ എന്തായാലും അതായത് അവരുടെ ഗ്യാങ് വണ്ടി ഗ്യാങ് ഹൗസ് ഇവന്റ് ആണ് ഇന്ന്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യണ്ടേ? പിന്നീട് നമുക്ക് എടുക്കാൻ പറ്റും. അല്ല ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഓക്കെ അത് അവരുടെ ഗ്യാങ് ഹൗസ് ഇവന്റ് ഗ്യാങ് വണ്ടി ആണെങ്കിൽ ഓക്കെ, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യാം. നമുക്ക് അവരും കഷ്ടപ്പെട്ട് നിർത്തുന്ന ഇവന്റ് ആണ്. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിലും ഓക്കെ, ഇന്നത്തേക്ക് സിറ്റുവേഷൻ അത് പോസ്റ്റ് ചെയ്തിട്ട് നാളെ സെയിം സിറ്റുവേഷൻ ഞങ്ങൾ കണ്ടിന്യൂ ആക്കിക്കോളാം. ലൈക്ക് അവിടെ തന്നെ അതന്നെ ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. അതായത് ഇന്ന് ഓക്കെ, ഇന്ന് അവരുടെ ഇവന്റ് ഗ്യാങ് ഹൗസ് ആണെങ്കിൽ നമ്മളായിട്ട് കൊളാക്കണ്ട. നാളെ ഈ സിറ്റുവേഷൻ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് നാളെ ഈ സെയിം ഹോസ്റ്റലിനെ നമുക്ക് തന്നാൽ മതി. നമ്മൾ അവിടുന്ന് കണ്ടിന്യൂ ആയിക്കോളാം എന്ന രീതിയിൽ. അപ്പോൾ അത് അവർ സംസാരിച്ച് നോക്കട്ടെ. അവരോട് സംസാരിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത് അഡ്മിൻസ്.